ഇനി നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഈ ടെയിലെൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. സ്ലിപ്പ് നോട്ടൊക്കെ നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്തു. എന്നിട്ട് ടെയിലെൻഡിന് ഈ 3 ഫിംഗർ കൊണ്ട് ഇങ്ങനെ ടെയിലെൻഡ് പിടിക്കുക. ഈ 2 ഫിംഗർ കൊണ്ട് റണ്ണിങ് യാണും പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ റണ്ണിങ് യാൺ ഒന്ന് വലിച്ചു കൊടുക്കുമ്പം നമ്മൾ ഈ സ്ലിപ്പ് നോട്ട് ചെറുതായി വരും. എന്നിട്ട് ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാണ്. ചെയിൻ സ്റ്റിച്ച് ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പം ഹുക്ക് മുകളിലും ചെയിന് താഴെയാണുള്ളത്, അല്ല റണ്ണിങ് യാൺ താഴെയാണുള്ളത്. ഈ ഹുക്കിനെ ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11. ഞാനിവിടെ 11 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് നിങ്ങൾ കറക്റ്റ് പഠിച്ചതിന് ശേഷം മാത്രം സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. ചെയിൻ സ്റ്റിച്ച് ഓരോ ചെയിനും കറക്റ്റ് ആയതിന് ശേഷം മാത്രം ചെയ്യുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ചെയ്ത് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചെയിന് നമ്മൾ 2 or 3 ദിവസം എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല. അത് നമ്മൾ ഇങ്ങനെ ഒരുപാട് തവണ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ 11 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ 11 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹുക്കുള്ള ചെയിനിനെ നമ്മൾ ലൂപ്പായിട്ട് കൗണ്ട് ചെയ്യുക. ഈ ഒരു ചെയിന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. യാൺ ഓവർ ചെയ്യുക. യാണിനെ മുകളിലേക്ക് വെച്ചിട്ട് ഈ കൊളുത്തുള്ള ഭാഗം താഴേക്കാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. നമ്മൾ നേരത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഈ യാണ് താഴെയും ഹുക്ക് മുകളിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ യാണിനൊന്ന് മുകളിലേക്ക് ആക്കിയിട്ട് ഞാൻ ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും ഉള്ളിലൂടെയും എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ ഫസ്റ്റ് മാത്രം ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുന്നുള്ളൂ. അടുത്ത ചെയിനിൽ പിന്നെ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ചെയിന് കറക്റ്റായി ചെയ്ത് ഇങ്ങനെ കറക്റ്റിൽ വന്നാലേ നമുക്ക് ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ സ്റ്റിച്ചും പെട്ടെന്ന് പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഓരോ സ്റ്റിച്ചും ടൈം എടുത്തിട്ട് പഠിക്കുക. ഇനി ഞാൻ തൊട്ടടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാണ്. അതിന് ശേഷം ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പം നമ്മൾ ഹുക്ക് മുകളിലും യാണ് താഴെയാണ്. ഞാനിതിനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അതിന് ശേഷം ഇതിങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പ് കിട്ടുമ്പോൾ യാണ് താഴെയും ഹുക്ക് മുകളിലുമാണുള്ളത്. വീണ്ടും യാണിനെ ഒന്ന് മുകളിലേക്ക് യാൺ ഓവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചായ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ക്രോഷേയിൽ ഫസ്റ്റ് സ്റ്റിച്ച് ഇതുവരെ നമ്മൾ ബേസും സ്ലിപ്പ് നോട്ടുകളൊക്കെയാണ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ചാണ് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യാൺ ഓവർ ചെയ്തതിന് ശേഷം ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. വീണ്ടും അതുപോലെ തന്നെ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. വീണ്ടും നമ്മൾ യാണിനൊന്ന് മുകളിലേക്ക് ഓവർ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ ഉള്ളിലോട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. അപ്പോൾ യാണ് താഴെയും ഹുക്ക് മുകളിലാണുള്ളത്. വീണ്ടും യാൺ ഓവർ ചെയ്യുക. യാണിനെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. യാണിനൊന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഈ കുളത്ത് ഇങ്ങനെ താഴോട്ടേക്ക് വെച്ചിട്ട് ഈ ചെയിനിൻ്റെ ഉള്ളിൽ കൂടി മുകളിലേക്ക് വലിക്കുമ്പം 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പ് കിട്ടും. ഹുക്ക് മുകളിലും യാണ് താഴെയാണുള്ളത്. വീണ്ടും നമ്മളൊന്ന് യാൺ ഓവർ ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണിനെ ഒന്ന് മുകളിലേക്ക് ചുറ്റി കൊടുക്കുക, യാൺ ഓവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്ത് കൊടുക്കുക. ഈ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ 2 ലൂപ്പ് കിട്ടും. വീണ്ടും നമ്മൾ സെക്കൻഡിൽ യാൺ ഓവർ ചെയ്യുക, രണ്ടാമത് യാൺ ഓവർ ചെയ്യുക. അപ്പം ഇതിൻ്റെ 2 പുറത്തേക്ക് എടുക്കാം. അങ്ങനെ 2 പ്രാവശ്യമാണ് യാൺ ഓവർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുന്നത്. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. നമുക്ക് വീണ്ടും യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ 11 ചെയിൻ സ്റ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. 11 ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പം ഓരോ റൗണ്ടിലും കൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തില്ലേ, ഇപ്പോൾ ബാക്ക് വൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ചെയ്ത സ്ലിപ്പ് നോട്ടിലാണ് നമ്മൾ ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, യാണ് മുകളിലേക്ക് ഒന്ന് വെച്ച് യാൺ ഓവർ ചെയ്ത് കൊടുക്കുക. ഹുക്കിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിനിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷ് ആയിട്ടുള്ള രൂപമുള്ളത്. ഓരോ സ്റ്റിച്ചും ഒരുപോലെ കിട്ടണം. എന്നിട്ട് നമ്മൾ ഒന്ന് കൗണ്ട് ചെയ്യൽ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ച് ഇവിടെ കാണും. അപ്പോൾ അത് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ എനിക്ക് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 11 ചെയിൻ സ്റ്റിച്ച് ചെയ്തു, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തത് കൊണ്ട് നമുക്ക് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എത്ര ചെയിൻ സ്റ്റിച്ച് എടുക്കുന്നുണ്ടോ അതിൻ്റെ 1 കുറവായിട്ടാവും അടുത്ത സ്റ്റിച്ച് കിട്ടുക. അപ്പോൾ എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ചെയ്യാം.